കാക്കനാട് കാറിന് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലി യുവാക്കളെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പൂക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി ബെന്നി എന്നിവരെയാണ് തൃക്കാക്കര പോലീസ് പിടികൂടിയത്. വിവാഹ ചടങ്ങിന്റെ ഭാഗമായി സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ബീന റാണി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ബീന, സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ഓടി ആളുകൾ ഞെട്ടിത്തെരിച്ച ഒരു ദൃശ്യമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നും പുറത്തു വന്നത്. നിസ്സാരമായ എന്തോ ഒരു പ്രശ്നത്തിന്റെ പേരിൽ 3-4 പേരെ ആൾക്കൂട്ടം ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതെന്താണ് സംഭവമെന്ന് പോലും ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പോലീസ് എന്താണ് പറയുന്നത്? ഈ പിടിയിലായ 3 പേരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ബീന? ഗൗതം, കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു പോകുന്ന 3 യുവാക്കളെ ഒരു ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചത്. സമൂഹ മാധ്യമങ്ങളിലും മറ്റും നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ചെറുപ്പക്കാരായ പിള്ളേർ, അതായത് 20 വയസ്സ് 22 വയസ്സുമുള്ള 3 പിള്ളേരെയാണ് 3 ഗുണ്ടകൾ ക്രൂരമായി ആക്രമിച്ചത്. അതിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പ്രവീൺ കുമാർ എന്ന വ്യക്തി ഇപ്പോഴും ഗുരുതരമായ നിലയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തുടരുകയാണ്. അയാൾക്ക് തലയ്ക്കുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും വളരെ ക്രൂരമായ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. ഒരാളെ വണ്ടിയിൽ കയറിയതിന് ശേഷം തിരികെ വന്ന് വീണ്ടും മർദ്ദിക്കുക, അത്തരത്തിൽ വളരെ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമാണ് കണ്ടത്. അത് ഇപ്പോൾ പോലീസ് എന്തായാലും 3 പ്രതികളെയും, അതായത് കോഴിക്കോട് നിന്ന് ഇവരെ പിടികൂടുകയായിരുന്നു. അപ്പോൾ ഈ പ്രമുഖ ഗുണ്ടാ നേതാവ് പെരുമ്പാവൂർ അനസിൻ്റെ സഹായികളാണ് ഇവരെന്ന് പറയപ്പെടുന്നു. എന്തായാലും കളമശ്ശേരി സ്വദേശി ഷെഫിൻ, പുക്കാട്ടുപടി സ്വദേശി ഫഹദ്, കോഴിക്കോട് സ്വദേശി ബെന്നി എന്നിവരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു നടന്നത്. കാക്കനാട് NGO ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ കഴിഞ്ഞ ദിവസം പുലർച്ചെ ഇത്തരത്തിൽ നേരം പുലരുമ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ കണ്ട് പലരും ഞെട്ടിപ്പോയി. കാരണം നഗരമധ്യത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയൊരു ആക്രമണം നടന്നിരിക്കുന്നു. ഗുണ്ടകളുടെ ആക്രമണത്തെ അടിച്ചമർത്തുന്നു എന്നൊക്കെ പോലീസ് എപ്പോഴും പറയുന്നുണ്ടെങ്കിലും നിരന്തരമായി ഇത്തരം കേസുകൾ ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് കാക്കനാട്, കൊച്ചിയുടെ സാമ്പത്തിക തലസ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഗുണ്ട ആക്രമണം ഉണ്ടാകുന്നത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു മർദ്ദനമേറ്റ ഒരാൾ ഇപ്പോഴും ഗുരുതരമായി ചികിത്സയിലുമാണ്. ഓക്കെ ബീന, വ്യക്തമാണ്. ഈ ആക്രമണം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ഞെട്ടലുണ്ടാക്കിയിരുന്നു. ഒരു കാറിൽ നിന്നും 3-4 പേരിറങ്ങി 2 പേരെ അകാരണമായി മർദ്ദിക്കുന്നതായിരുന്നു ദൃശ്യങ്ങൾ. ഇപ്പോൾ 3 പേരെ തൃക്കാക്കര പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ബീന റാണി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.